രാജ്യതലസ്ഥാനത്തേക്ക് ദില്ലിയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ വോട്ടധികാര യാത്രയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഇപ്പോൾ അബ്ദുൾ റഷീദ് എന്നോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ബീഹാറിനെ ഇളക്കിമറിക്കുകയാണ് വോട്ടധികാര യാത്ര. ഇന്ത്യ സഖ്യത്തിന്റെ വലിയ താക്കീതായി മാറുന്നു കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ അവിടെ ഭരിക്കുന്ന നിതീഷ് കുമാർ സർക്കാരിനും. എങ്ങനെയാണിപ്പോൾ വോട്ടധികാര യാത്ര മുന്നോട്ട് പോകുന്നത്? പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്ന വരും ദിവസങ്ങളിൽ എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരൊക്കെ ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ്. മോർണിംഗ് മനു, രാജ്യത്തെ വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് 10ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 9 മണിയോടുകൂടി തന്നെ 10ാം ദിനത്തിലെ ഈ റാലി ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഇന്ന് സുപ്പോളിൽ നിന്നും ദർഭംഗയിലേക്കാണ് പ്രധാനമായും ഈ റാലി നടക്കുക. ഈ റാലിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നടന്നിട്ടുള്ള യോഗത്തിലും അതോടൊപ്പം ഇത്തരമുള്ള റാലികളിലൊക്കെ തന്നെയും വലിയ ജനപിന്തുണയാണ് ഈ പരിപാടിക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ വലിയ ജനപിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷ വെക്കുന്നത്. അതേസമയം വരുന്ന ദിവസത്തോട് കൂടുതൽ നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും റാലിയിൽ അണിനിരക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും എം കെ സ്റ്റാലിൻ അടക്കമുള്ള പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെയും ഈ റാലിയിൽ പങ്കെടുക്കുകയും ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നും നാളെയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ വിവിധ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുന്നുണ്ട്. രേവന്ത് റെഡ്ഡി, സുഖീന്ദർ സിംഗ് സുഗു, അതോടൊപ്പം സിദ്ധരാമയ്യ തുടങ്ങിയിട്ടുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ ബീഹാറിലേക്ക് എത്തുമെന്നത് തന്നെയാണ് ഇന്ത്യ സഖ്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതായത് ബീഹാറിൽ വോട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് തന്നെ ഇത്തരത്തിലൊരു ജനങ്ങളിലേക്കിടയിൽ വലിയ പ്രതിഷേധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ സന്ദർശിക്കുകയും പിന്നീട് ESIയുടെ ചില പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങൾ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും അതിനുള്ളൊരു മറുപടി കൂടി വരും ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കടുത്ത പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നീങ്ങുന്നത്. മനു.